അഗ്നിസുരക്ഷാ സേനയിലെ മികച്ച ഉദ്യോഗസ്ഥർക്ക് പുരസ്കാര വിതരണവും ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75-ാം വാർഷികവും പുതിയ IT-കളിലും ന്യൂ ജനറേഷൻ ട്രേഡുകൾ തുടങ്ങുന്നതിൻ്റെ പ്രഖ്യാപനവും വിവിധ ചിത്ര പ്രദർശനവും വർത്തമാനകാലത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ദേവകി എന്ന ചിത്രത്തിൻ്റെ പ്രഖ്യാപനവുമായി എല്ലാ പ്രേക്ഷകർക്കും ജീവൻ ടിവിയുടെ പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായ ക്യാപിറ്റൽ ടൈംസിലേക്ക് വീണ്ടും സ്വാഗതം. 2024 കേരള സർക്കാർ ഫയർ സർവീസസ് മെഡൽ വിതരണവും ആധുനിക ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുരസ്കാര ജേതാക്കളുടെ പ്രവർത്തനങ്ങളും അവർക്ക് ലഭിച്ച ആദരവും മറ്റ് സേനാംഗങ്ങൾക്ക് പ്രചോദനമാകുമെന്നും മുഖ്യമന്ത്രി പുരസ്കാര വിതരണ വേളയിൽ പറഞ്ഞു. 2024 കേരള സർക്കാർ ഫയർ സർവീസസ് മെഡൽ വിതരണവും ആധുനിക ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നമ്മുടെ അഗ്നിശമന രക്ഷാസേന തികഞ്ഞ ആത്മാർത്ഥതയോടും കൃതജ്ഞതയോടും പ്രതിബദ്ധതയോടും തങ്ങളുടെ ജോലി നിർവഹിച്ചെന്നും ഇക്കൊല്ലം 25 ജീവനക്കാർക്കാണ് മെഡൽ നൽകുന്നതെന്നും അവർക്ക് ഇനിയും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നും അവരുടെ പ്രവർത്തനങ്ങളും അവർക്ക് ലഭിച്ച ആദരവും മറ്റ് സേനാംഗങ്ങൾക്ക് പ്രയോജനമാകുമെന്നും മുഖ്യമന്ത്രി പുരസ്കാര വിതരണ വേളയിൽ പറഞ്ഞു. അഗ്നിരക്ഷാ സേന തികഞ്ഞ ആത്മാർത്ഥതയോടെയും പ്രതിജ്ഞാബദ്ധതയോടെയും തങ്ങളുടെ ജോലി നിർവഹിക്കുകയാണ്. ആ ജീവനക്കാരെ ആദരിക്കുന്നത് അഗ്നിരക്ഷാ സേനക്കാകെ പ്രചോദനം പകരുന്ന നടപടിയാണ്. ഇക്കൊല്ലം അഭിനന്ദനാർഹമായ സേവനം കാഴ്ചവെച്ച 25 ജീവനക്കാർക്കാണ് മുഖ്യമന്ത്രിയുടെ ഫയർ മെഡൽ നേരത്തെ നൽകിയത്. കൂടുതൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങൾക്കിന്നിവിടെ ലഭിക്കുന്ന ആദരവും മറ്റ് സേനാംഗങ്ങൾക്ക് പ്രചോദനമാകും എന്നുകൂടി കരുതുന്നു. എല്ലാ മെഡൽ ജേതാക്കളെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ദുരന്തഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കുമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സമീപകാലത്ത് ഒന്നിലധികം തവണ നമ്മുടെ നാട് ഇത് തിരിച്ചറിഞ്ഞതാണ്. പ്രളയം, ഓഖി, ഉരുൾപൊട്ടൽ, ഈ ഘട്ടങ്ങളിലെല്ലാം ദുരന്ത നിവാരണത്തിനായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സജീവമായി ഇടപെട്ടതാണ്. അതിൻ്റെയൊക്കെ ഫലം ദുരന്തമുഖങ്ങളിൽ സഹായമെത്തിക്കുന്ന സേന എന്ന നിലയിൽ ഫയർഫോഴ്സിനെ ജനം നെഞ്ചേറ്റി എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് മുണ്ടക്കൈ ചുവടുമല ദുരന്തം സംഭവിച്ചത്. അവിടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സായി എത്തിയതും ആ രാത്രിയിൽ തന്നെ ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചതുമെല്ലാം ഫയർഫോഴ്സാണ്. ചെടിയിൽ പുറഞ്ഞു പോയതുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ അതിസാഹസികമായി രക്ഷിച്ചതും നമ്മുടെ ഈ അഗ്നിശമന സേനാംഗങ്ങളായിരുന്നു. തിരുവനന്തപുരം അഗ്നിരക്ഷാങ്കണത്തിൽ വെച്ചു നടന്ന ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി അഗ്നിശമന വകുപ്പിന് വേണ്ടി വാങ്ങിയ റോബോട്ടിക് ഫയർ ഫൈറ്റർ ആൻഡ് അണ്ടർ വാട്ടർ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫയർഫോഴ്സ് റീജിയണൽ ഓഫീസർ അബ്ദുൾ റഷീദ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. മനുഷ്യന് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനം നടത്തുക ദുഷ്കരമായ അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിയ ഉപകരണമാണ് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്. ഇതൊരു ശരിക്കൊരു റോബോട്ടിക് ഉപകരണമാണ്. ഇതിനെ റിമോട്ടിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഈ സെറ്റ് എന്ന് പറയുന്ന ഈ ഉപകരണവും ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത ഈ വാഹനവും ഇത്ര അടങ്ങുന്നതാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൽ നമ്മൾ ഇതിനെ സ്പോട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന അടക്കം എല്ലാ കാര്യങ്ങളും റിമോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സംഗതികളാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോബോട്ട് ബെൽറ്റിൽ മൂവ് ചെയ്യുന്ന റോബോട്ടാണ്. മീൻസ് സ്കിഡ് ആകാതിരിക്കാനും ഒക്കെ ബെൽറ്റിൽ മൂവ് ചെയ്യുന്ന റോബോട്ടാണിത്. ഇത് സ്റ്റെപ്പുകളൊക്കെ കയറി പോകാൻ പറ്റും ഇതിന്.
അതേപോലെ ഇതിലൊരു വാട്ടർ മോണിറ്ററുണ്ട്. ആ മോണിറ്റർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് വെള്ളം അത് സ്പ്രേ ആയിട്ട് പറ്റും, ജെറ്റായിട്ട് പറ്റും, ഫോഗായിട്ടും പറ്റും. ഏത് രീതിയിലും വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നോസിൽ ഈ റോബോട്ടിനുണ്ട്. ആ റോബോട്ട് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മറ്റ് വാട്ടർ ടെൻഡറോ മറ്റോ ഉപയോഗിച്ച് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കും. ആ വെള്ളം ഈ റോബോട്ട് വഴി റോബോട്ടിന് ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും റോബോട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നുള്ളത് നമുക്ക് ആ ക്യാമറ വഴി കാണാനും നമ്മുടെ റിമോട്ട് കൺട്രോൾ വഴി നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അക്സസിബിൾ അല്ലാത്ത സ്ഥലത്ത് ഈ റോബോട്ട് കയറി ചെന്നിട്ട് നമുക്ക് വേണ്ടി ആ ജോലി ചെയ്യും. അതേപോലെ മിക്കവാറും തീയുടെ ഉള്ളിലേക്കൊക്കെ ഇതിന് പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോബോട്ടിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ റോബോട്ടിന് ചുറ്റും സ്പ്രേ നോസിൽസ് ഉണ്ട്. ആ സ്പ്രേ നോസിൽസ് കൂടെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ആ സ്പ്രേ കൊണ്ട് റോബോട്ട് സെൽഫ് പ്രൊട്ടക്റ്റഡ് ആണ്. ആ റോബോട്ടിന് അപകടമൊന്നും സംഭവിക്കില്ല. അഗ്നിശമന വിഭാഗം ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ IPS, ടെക്നിക്കൽ ഡയറക്ടർ M നൌഷാദ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷികം തിരുവനന്തപുരം ലോ കോളേജ് അങ്കണത്തിൽ വെച്ച് മന്ത്രി OR കേളുവും മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ചെലമേശ്വരും ചേർന്ന് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്ത രീതിയിലേക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ സമൂഹം എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജിയും കേരള ഹൈക്കോടതി ജസ്റ്റിസുമായ ജസ്റ്റിസ് J. ജലമേശ്വർ. Constitution basically is a document which provides for a set of rules. You may call them whatever you call it, articles in the Indian Constitution, various constitutions. Broadly, generically speaking, it provides for a set of rules regarding the power structure of the body politic, how the society is to be regulated, governed. The basic understanding being human beings are not saints. In the absence of a regulatory body, authority, human beings can create a lot of problems. So therefore, to regulate the conduct of these human beings, to ensure that the society lives in a harmonious manner, laws are made. VK പ്രശാന്ത് MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി OR കേളുവും ജസ്റ്റിസ് ചെലമേശ്വരും ചേർന്നാണ് ഭദ്രദീപം തെളിയിച്ച് ഭരണഘടനാ വാർഷികം ഉദ്ഘാടനം ചെയ്തത്. ഭരണഘടനയുടെ 75ാമത് വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് വളരെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഭരണഘടന എന്നതാണ് ആമുഖമായി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇന്ത്യയെപ്പോലെ തന്നെ ഏതൊരു രാജ്യത്തും ഇത്തരത്തിലുള്ള ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ ലോക രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഗോത്ര കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഭരണഘടനാ സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ നിയമം പഠിക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തിൻ്റെ നമ്മുടെ കോടതിയുടെ വിവിധ കോടതികളുടെ ഉന്നത പീഠങ്ങളിൽ ഇരിക്കേണ്ടവരാണ് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് നീതിപൂർവം നീതി നടപ്പാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്, ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ ആ കടമയും ആ കൃത്യവും നിർവഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയെ കുറിച്ച് വളരെ ആഴത്തിലും നമ്മൾ പഠിക്കണം. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു വക്കീൽമാർ ആവുക എന്നത് മാത്രമല്ല, നമ്മൾ നാളെ നീതി നടപ്പാക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ആഴത്തിൽ നമ്മുടെ ഭരണഘടനയെ പഠിക്കണം.
പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ UC ബിവീഷ്, ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ BC ബിന്ദുപോൾ തുടങ്ങിയവരും പങ്കെടുത്തു. ചാല ഗവൺമെന്റ് ITI ഉൾപ്പെടെ 4 പുതിയ ITകളിലും ന്യൂ ജനറേഷൻ ട്രേഡുകൾ ഈ വർഷവും അടുത്ത വർഷവുമായി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ചാല ഗവൺമെന്റ് ITയുടെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ITIകളുടെ സമൂല പുനഃസംഘടനയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ചാല ഗവൺമെന്റ് ITയുടെ പ്രവർത്തന ഉദ്ഘാടനവും ഇന്ത്യ സ്കിൽസ് വിജയികളുടെ അനുമോദനവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന് സാമ്പത്തികമായി കടുത്ത അവഗണന സംസ്ഥാനത്തോട് കാണിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലും നൈപുണ്യ വികസനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പുതുതായി 4 ITകൾ അനുവദിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചു. തിരുവനന്തപുരം, നേമം, പാലക്കാട്, തൃത്താല, മലപ്പുറം, തവനൂർ, തൃശ്ശൂർ, ഒല്ലൂർ എന്നീ നിയോജകമണ്ഡലങ്ങളിലാണ് പുതിയ ITകൾ അനുവദിച്ചത്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ വകുപ്പിൻ്റെ കീഴിലുള്ള 21 സ്ഥാപനങ്ങൾ വിവിധ തരത്തിലുള്ള പുതിയ കെട്ടിടങ്ങൾ കെട്ടി. 9 സ്ഥാപനങ്ങൾ പുതിയ കെട്ടിടം നിർമ്മാണത്തിനായി തറക്കല്ലിട്ടു. ഇന്നിപ്പോൾ നിലവിൽ വകുപ്പിന് കീഴിലുള്ള 91 ITകളിൽ നൈപുണ്യ കർമ്മ സേനയും 19 ITകളിൽ പ്രൊഫഷണൽ സെൻ്ററുകളും ഉണ്ട്. 31 ITകളിൽ ഗ്രീൻ ക്യാമ്പസും നടപ്പിലാക്കി. പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 10 ITകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി 90 കോടി രൂപ ചെലവഴിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയോജകമണ്ഡലത്തിലെ ചാല ITI ക്യാമ്പസിനെ ഭാവിയിൽ ഒരു സ്കിൽ ഹബ്ബായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ITI ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. മൾട്ടിമീഡിയ അനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ്, റോബോട്ടിക് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ, വെൽഡർ, അതുപോലെ മെറൈൻ ഫിറ്റർ എന്നിങ്ങനെ 5 ട്രേഡുകളാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. ITI മേഖലയിൽ സമൂലമായ ഒരു പരിവർത്തനത്തിന്റെ പ്രചരണ ഉദ്ഘാടന ചടങ്ങിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷ പ്രസംഗം നടത്തി. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് ഒരു യോഗത്തിൽ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി മാത്രം നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. 2016 ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്ന വിഷയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചുമതലയേറ്റതിന് ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുകയും വിവിധ ഘട്ടങ്ങളിലായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ അതിനുശേഷം തുടർന്ന് വന്നിട്ടുള്ള ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ മണ്ഡലത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ V ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭാഗമാകാൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ്. ITI മേഖലയുടെ പുതിയ ചുവടുവെപ്പിന്റെ വേളയിൽ CPIM ചാല ഏരിയ സെക്രട്ടറി S ജയൻകുമാർ, കൗൺസിലർ R ഉണ്ണികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. അമ്മമാരെ തെരുവിലുപേക്ഷിക്കുന്ന വർത്തമാനകാലത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ദേവകി എന്ന ചിത്രത്തിന്റെ പ്രസ് മീറ്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്നു. ചിത്രത്തിന്റെ സംവിധായിക മഞ്ജുനാഥും പ്രധാന നടൻ MR ഗോപകുമാറും ദേശീയ പുരസ്കാരം ലഭിച്ച ഗായകൻ G വേണുഗോപാലും പ്രസ് മീറ്റിൽ സന്നിഹിതരായിരുന്നു. ഈ ആധുനിക സമൂഹത്തിൽ അമ്മമാരെ തെരുവിലുപേക്ഷിക്കുന്ന വർത്തമാനകാലത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ദേവകി എന്ന ഹ്രസ്വ ചിത്രം. സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രങ്ങൾ മാത്രം സംവിധാനം ചെയ്യുന്ന ഈ സംവിധായികയായ മഞ്ജു ഇലന്തൂരിന് തൻ്റെ ദേവകി എന്ന ചിത്രത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് സമൂഹത്തോടൊന്ന് പറയുക, അതിനൊരു മാറ്റം ഉണ്ടാക്കുക, ആ ഉണ്ടാക്കുവാനുള്ള ഒരു പ്രചോദനം ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുവാൻ കഴിയണം എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ നിർമ്മിച്ച ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടാവണം. ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിൽ മറ്റ് നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമല്ലായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത്. കാരണം അത്തരമൊരു തിയേറ്റർ ഓടിച്ച് നമുക്ക്
പൈസ കണ്ടെത്താൻ പറ്റുന്നതോ അത്തരത്തിലേക്കല്ല നമ്മൾ ഈ ഒരു സിനിമയെ കണ്ടിരിക്കുന്നത്. ഈ സിനിമ ലോകം കാണണം, ഈ സിനിമ ചർച്ചയാവണം. ഇത് കുഞ്ഞുങ്ങളിലേക്കും മുതിർന്നവരിലേക്കും ലോകത്തുള്ള എല്ലാ മലയാളികളിലേക്കും നമ്മുടെ സിനിമ എത്തണം. ഈ ചിത്രത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ചലച്ചിത്ര ടെലിവിഷൻ താരമായ MR ഗോപകുമാറാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മക്കൾ അച്ഛനമ്മമാരെ നടതള്ളുന്ന അമ്പലങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ കൊണ്ട് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ചോര കുഞ്ഞുങ്ങളെപ്പോലും കൊന്നിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന അമ്മമാരുമുണ്ട്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് നമ്മുടെ പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ദേവകി. അത് നമ്മൾ ആരായാലും, ഇന്ത്യയിലെ പ്രസിഡൻ്റായാലും പ്രധാനമന്ത്രി ആയാലും ഒരു ഓഫീസിലെ തൂപ്പുകാരനായാലും തൂപ്പുകാരിയായാലും അവരെല്ലാം അതൊക്കെ ആകുന്നതിന് മുമ്പ് അവർ മനുഷ്യരായിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യരാവുക എന്നുള്ളതാണ് പ്രധാനം. മനുഷ്യരാവണം എന്ന് പാട്ട് പാടിയാൽ മാത്രം പോരാ, മനുഷ്യനായിരിക്കണം, മനുഷ്യനായി ജീവിക്കണം നമ്മൾ. അതാണ് വേണ്ടത്. അപ്പോൾ അത് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ദേവകി എന്ന് പറയുന്ന ചിത്രം. ഇത് ഒരുപാട് കുറേ സ്കൂളുകളിൽ കാണിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് മഞ്ജു പറഞ്ഞത്. തീർച്ചയായിട്ടും അതാണ് നല്ലത്. കാരണം മുതിർന്നവരെ ഇനി അധികം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഈ കതിരിന്മേൽ വെള്ളം വെച്ചാലേ വലിയ പ്രയോജനമൊന്നുമില്ല. കുട്ടികളെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ജുവിൻ്റെ ഒരു മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സിൻസിയറിറ്റി, ആത്മാർത്ഥതയാണ്. സർഗാത്മകതയെക്കാളും കൂടുതൽ ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീയാണ് മഞ്ജു. ഈ ചിത്രത്തിന്റെ പ്രമേയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഹൃദയകാരിയായ ഒരു കവിത ആലപിച്ചിരിക്കുന്നത് ജി വേണുഗോപാലാണ്. എന്നെ അത് വളരെ വളരെ എൻ്റെ ഹൃദയം വളരെ സ്പർശിച്ച ഒരു കവിത. അതിൻ്റെ ഈണം ആലാപനമാണ്. അപൂർവമായി അങ്ങനെ പാട്ടുകൾ സത്യം പറയാമല്ലോ സ്പർശിക്കാറുള്ളൂ. ഇന്റർനാഷണൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫെസ്റ്റിവൽ 2024 തിരുവനന്തപുരത്ത് 6 രാജ്യങ്ങളിൽ നിന്നായി 17 രാജ്യാന്തര മ്യൂസിക് ബാൻഡുകളുടെ അവതരണം തിരുവനന്തപുരത്ത് കോവളത്തുള്ള ക്രാഫ്റ്റ്സ് ആൻഡ് ആർട്സ് വില്ലേജിൽ വെച്ച് നടന്നു. റോക്ക്, മെറ്റൽ സംഗീത തിരകൾക്ക് ആവേശകരമായി മാർട്ടയർ. ഇന്റർനാഷണൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പിൽ വേറിട്ട അവതരണം കൊണ്ട് ആസ്വാദകരെ ആവേശത്തിലാഴ്ത്തി നെതർലൻഡ് ഹെവി മെറ്റൽ ബാൻഡ് മാർട്ടയർ. ഊർജ്ജസ്വലമായ ആലാപനവും വേദി നിറഞ്ഞാടുന്ന പ്രകടനവും കൊണ്ടാണ് മാർട്ടയർ ആരാധകരെ കയ്യിലെടുത്തത്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫെസ്റ്റിവലിലെ വിദേശ ബാങ്കുകളുടെ അവതരണത്തിലാണ് മാർട്ടയർ വേറിട്ട സാന്നിധ്യമായത്. വേദിയിലെ വൈദ്യുത പ്രസരണം അതേ ഊർജത്തിൽ കാണികളിലേക്ക് എത്തിക്കുകയാണ് മാർട്ടയർ തന്റെ അവതരണത്തിലൂടെ ചെയ്തത്. തിരുവനന്തപുരത്തെ കേരള ലളിതകല ആർട്ട് ഗാലറിയിൽ വിമൻ ഇൻ ആർട്ട് എന്ന പേരിൽ 6 ചിത്രകാരികളുടെ ചിത്രപ്രദർശനം നടന്നു. രഞ്ജു ലീഫാണ് ക്യൂറേറ്റർ. തിരുവനന്തപുരത്ത് ആർട്ട് ഫെയർ എക്സിബിഷൻ സീരീസ് ലീഫ് ആർട്ട് പ്രോജക്ടിന്റെ ഭാഗമായി
തിരുവനന്തപുരം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ 9 വനിതാ ചിത്രകാരികളുടെ ആർട്ട് എക്സിബിഷൻ നടന്നു. ചിത്രങ്ങളെക്കുറിച്ച് ചിത്രകാരിയായ സാറ ഹുസൈൻ. ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രം എൻ്റെ ഒരു പുതിയ സീരീസിലുള്ള വർക്കുകളാണ്. ആ സീരീസ് വാട്ട് ദ ബോഡി സൈസ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതിൽ കൂടുതലും സ്ത്രീകളുടെ ചിത്രങ്ങളാണ് കൂടുതലും അതിൽ ഞാൻ മോഡൽ ചെയ്തിരിക്കുന്നത്. അതിൽ പുരുഷന്മാരുടെ ചിത്രങ്ങളും അതിലുണ്ട്. അതിൽ ഒരു 4 പെയിൻറ്റിങ്ങാണ് ഇതിൽ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഈ സീരീസിലുള്ള വർക്കുകൾ ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രതികരണങ്ങളാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഒത്തിരി കാഴ്ചക്കാർ ഒത്തിരി പലതരം കമൻറ്റുകളാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞത്. അത് വളരെ സന്തോഷമുണ്ട്. കൂടുതലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉള്ള കുറേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചേക്കാൾ കൂടുതൽ എൻ്റെ കൂടെയുള്ള കുറേ വ്യക്തികളെ ഞാനുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള എനിക്ക് ഒരുപാട് അടുത്തറിയുന്ന ഒരു വ്യക്തിയെ അനുഭവിച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ അനുഭവിച്ചതായിക്കോട്ടെ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ ഈ ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ആർട്ട് ഫെയറിൻ്റെ ഫേസ് 2 കുറിച്ച് എക്സിബിഷൻ ക്യൂറേറ്ററായ രഞ്ജു ലീഫ്. കുറച്ചു കാലം പിറകിലേക്ക് പോയാൽ 80കളുടെ അവസാനം സമയത്തും പിന്നെ 90ൻ്റെ ആരംഭ സമയത്തും ചിത്രകലാ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു. അന്ന് കുറേ ആർട്ട് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ അറിയപ്പെടുന്ന നിലയിലെത്തിയ പല ആർട്ടിസ്റ്റുകളും ആ മൂവ്മെൻറ്റിൽ നിന്നാണ് അവർ വന്നത്. അതൊരിക്കലും അവിടെ അനക്കമില്ലാതെ ആകാൻ പാടില്ല. അത് സജീവമാക്കുക എന്നതാണ്. അതുപോലൊരു ആർട്ട് മൂവ്മെൻറ്റ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ട്രിവാൻഡ്രം ആർട്ട് ഫെയറിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ ഫേസ് 2 ആണ് നമ്മളിപ്പോൾ ഈ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന വിമൻ ഇൻ ആർട്ട് എന്ന പ്രദർശനം. നാഷണൽ സേവിങ്സ് ഏജൻസ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 1ാം വാർഷികം തിരുവനന്തപുരം പാൽക്കുളങ്ങര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തിരുവനന്തപുരം നാഷണൽ സേവിങ്സ് ഏജൻസ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക യോഗത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ഏജന്റന്മാരെ ആദരിക്കുകയും മറ്റ് ചികിത്സാ സഹായങ്ങൾ നൽകുകയും ചെയ്തു. ഡിസ്ട്രിക്ട് 318A ലയൺസ് ക്ലബ് ഗവർണർ PMJF MA വഹാബ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപം. LIC പോലെ തന്നെ സേവിങ്സ് ബാങ്കുകൾക്ക് സമാനമായ രീതിയിൽ ഈ നിക്ഷേപങ്ങൾ അവിടെ എത്തിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന അർഹമായ പ്രാതിനിധ്യം അത് നമുക്ക് ഗുണം ചെയ്യും. നാഷണൽ സേവിങ്സ് അഡീഷണൽ ഡയറക്ടർ P. അജിത് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. നമുക്കറിയാം ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിലെ ആദ്യകാലങ്ങളിലെ ഈ നിക്ഷേപകർക്കുള്ള മത്സരവും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ സജീവമായ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പോസ്റ്റ് ഓഫീസ് പ്രസ്ഥാനം മാറുന്നു പന്തലിക്കുമ്പോഴും ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന് നാം വിചാരിക്കുന്ന അത്ര വളർച്ച ഇന്ന് അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഭരണകൂടിയിലാണെങ്കിലും നമ്മുടെ പഴയ പ്രവർത്തനത്തിൻ്റെ ഊർജ്ജസ്വലതയോ വകുപ്പിൻ്റെ ഒരു വകുപ്പിൻ്റെ ഒരു പ്രവർത്തനക്ഷമതയോ നാം വിചാരിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നാം ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സ്വന്തമായ ഒരു കെട്ടിടത്തിനു വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ 15.5 സെന്റ് സ്ഥലം സംഭാവനയായി നൽകിയ 70 വയസ്സുകാരിയായ വിമലകുമാരി അമ്മയ്ക്ക് പ്രത്യേക ആദരവ് നൽകി. നാഷണൽ സേവിങ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ M. മഹേഷ് നന്ദി പറഞ്ഞു. സർക്കാരിന് എവിടെയാണോ എത്താൻ സാധിക്കാത്തത്, എവിടെയാണോ സർക്കാർ എത്താൻ വൈകുന്നത്, അവിടെ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു സഹായം സർക്കാർ സംവിധാനം എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിന് എത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിലോ ആ സേവനം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും NGOകളെയും ചാരിറ്റബിൾ സൊസൈറ്റികളെയും പ്രോത്സാഹിപ്പിക്കുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏജന്റുമാരുടെ കലാപരിപാടികളും അരങ്ങേറി.
തിരുവനന്തപുരം ശാസ്തമംഗലത്തെ മൗ ആർട്ട് ഗാലറിയിൽ പ്രശസ്ത ചിത്രകാരനായ വിനോദ് കുമാർ ദാസിന്റെ സോൾ ഓഫ് കളേഴ്സ് എന്ന പേരിൽ ചിത്ര പ്രദർശനം നടന്നു. രുചികൊണ്ട് മാത്രം ചിത്രകാരനായി തീർന്ന കുമാരദാസിന്റെ ഓയിൽ, അക്രലിക്, വാട്ടർ കളർ, ഡിജിറ്റൽ, മ്യൂറൽ, ഫാബ്രിക് പെയിന്റുകളുടെ പ്രദർശനമാണ് സോൾ ഓഫ് കളേഴ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതത്തിലിരുന്ന വിനോദ് നിരവധി പെയിന്റിംഗ് എക്സിബിഷനുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹോബിയായിട്ട് ഞാൻ ജന്മന ഉണ്ടായ ഒരു കഴിവാണ്. അത് ഞാൻ സ്വയം വളർത്തി വലുതാക്കി എടുത്തതാണ് ഇതുവരെ. അപ്പോൾ ഇടയ്ക്ക് ചില ട്രെയിനിങ്ങിൽ നേടിയിട്ടുണ്ട്. പല മീഡിയങ്ങളിൽ ഞാൻ പ്രാവീണ്യം നേടാനായിട്ട് ട്രെയിനിങ്ങുകൾക്ക് ശ്രമിച്ചു. ജോലിയുടെ ഭാഗമായി ഞാൻ പലയിടത്തും ഇരുന്ന് വർക്ക് ചെയ്തപ്പോൾ ഈ കലയും ഇതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. ഇതെൻ്റെ മൂന്നാമത്തെ എക്സിബിഷനാണ്. ശാസ്തമംഗലത്തെ ആർട്ട് ഗാലറിയിൽ എൻ്റെ 47 പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങളിലുള്ള 47 ചിത്രങ്ങളാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള മൗ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ജീവൻ ടിവിയുടെ പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായ ക്യാപിറ്റൽ ടൈംസിന്റെ മറ്റൊരധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി.